സിനിമയിൽ വരുമെന്ന് നമ്മുടെ ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇത്ര നാളെ സിനിമ കണ്ടിരുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു പടം കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സന്തോഷം ഉണ്ടല്ലോ. ചെമ്പൻ വിനോദൊക്കെ നമ്മുടെ കൂട്ടുകാരാണ്. ചെറുപ്പത്തിൽ തുടങ്ങിയുള്ള ഹോട്ടൽ പരിപാടികളൊക്കെ പതുക്കെ ചവിട്ടി സിനിമയിൽ മാത്രമായി. നമുക്കേറെ പ്രിയപ്പെട്ട നടൻ സിനോജ് വർഗീസാണ് നമ്മളോടൊപ്പുള്ളത്. നമസ്കാരം. നമസ്കാരം. എന്താണ് പുതിയ വിശേഷം? നമുക്കിപ്പോൾ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് അതാണ് അടുത്തത് അല്ലേ? 13-ാം തീയതി റിലീസാണ്. നമുക്ക് അതിലെ വിശേഷം എന്താ വെച്ചാൽ തുടങ്ങാം. എന്താണ് അതിൻ്റെ ഒരു കഥാപാത്രം? ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് നമ്മുടെ അബൂ സലീമിക്കാണ്. പുള്ളിയുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരു പ്രേമം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു പുള്ളി ഗ്യാങ് അല്ല, പുള്ളിയുടെ ഒരു ടീ ഷോപ്പും അതിനകത്ത് പണിക്കാരാണ്. നമുക്ക് പേര് കേൾക്കുമ്പോഴും എൻ്റെ ടീച്ചറും കാണുമ്പോഴേക്കും ഒരു ഹ്യൂമറാണ്. ശരി പറഞ്ഞാൽ പേര് ആദ്യം കേട്ട് അനൗൺസ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ സീരിയസ് വേറൊരു മൂടാന്ന് തോന്നി. പക്ഷെ നമുക്ക് ഈ ടീച്ചറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫൺ മൂഡ്. അബൂ സലീം അദ്ദേഹം ആദ്യമായിട്ടാണ് കുറച്ച് കോമഡി ചെയ്തിട്ടുണ്ടെങ്കിലും ത്രൂ ഔട്ട് പുള്ളി എനിക്ക് തോന്നുന്നു ഈ പടത്തിലാണ് കോമഡി. അപ്പോൾ പുള്ളിയുടെ കൂടെ ത്രൂ ഔട്ടുള്ള ഒരു ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ? പ്രത്യേകിച്ച് ഈ ഒരു ടീമിന്റെ ഷാജി കല സാറിന്റെ മോനാണ് റുഷിൻ. അവനൊക്കെ അടിപൊളിയായിരുന്നു. തിരുവനന്തപുരത്താണ് ഷൂട്ടിംഗ് നടന്നത്. ഈ പറഞ്ഞോണം നമ്മൾ അബൂക്കൊക്കെ കുറച്ച് റഫും, ഞാൻ ഫസ്റ്റ് പടം പുള്ളിയായിട്ട്. അപ്പം അങ്ങനത്തെ ഒരു മൂടൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയല്ലേ, അങ്ങനെ സാധനങ്ങളാണ്. പക്ഷേ ഭയങ്കര പാവം മനുഷ്യനാണ് കേട്ടോ. നമുക്ക് ആളായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പേടിയൊക്കെ നമ്മുടെ ഇത്ര നാളുണ്ടായ ഒരു മൂടല്ല. നിങ്ങൾ എത്ര ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു? ഒരു 20 ദിവസത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. ആള് പഴയ ബോഡി ബിൽഡേഴ്സ്, അതിൻ്റെ പഴയ കഥകളൊക്കെ ടിപ്സ് ഒക്കെ തന്നിരുന്നു. സിനോജ് ബ്രോ എങ്ങനെയാണ് നോർമലി ഫിറ്റ്നസ് ഒക്കെ നോക്കുന്നത്? പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊക്കെ അങ്ങനെ നോക്കാറൊന്നുമില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു പുള്ളിക്കും അത് ഭയങ്കര പണ്ടത്തെ കഥകൾ അങ്ങനെ പറയുന്നത്, അർണോൾഡിനെ കാണാൻ പോയ കഥകളൊക്കെ പുള്ളി അതിൻ്റെ ത്രില്ലൊക്കെ പറയണതൊക്കെ നമ്മളെ ഈ ഷൂട്ടില്ലാത്ത സമയങ്ങളിലൊക്കെ ഇതൊക്കെ കേൾക്കാനാണ് നമുക്ക് താല്പര്യങ്ങൾ. ഈ പറഞ്ഞ ഭക്ഷണം അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഈ റുഷിനായാലും ഭയങ്കരമായിട്ടും ഫുഡിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. തിരുവനന്തപുരത്തൊക്കെ കുറേ ഹോട്ടലുകളൊക്കെ കൊണ്ടുപോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പടമാണ്. ഇപ്പോൾ കുറേ എത്ര പടങ്ങളായിരുന്നു? ഇപ്പോൾ ഒരു 50 പടത്തിന് മുകളിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്കമാലിയിലെ കഥാപാത്രം കുഞ്ഞുട്ടി കഥാപാത്രത്തിന് ശേഷം എനിക്ക് ഒരു 7-8 വർഷമായി അങ്കമാലി ഇറങ്ങിയിട്ട്. അപ്പോൾ അവിടുന്ന് ഈ ഒരു യാത്ര, ഇത്രയും വർഷത്തെ ഒരു യാത്ര തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇപ്പോൾ 8 വർഷം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അറിയണത് എത്ര പെട്ടെന്നാണ് ഇങ്ങനെ വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പുതുമുഖങ്ങളെ കൊണ്ടുവന്നു. നിങ്ങൾ പലരും ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സിനിമയിൽ. അന്ന് വന്നപ്പോൾ ഈ പറഞ്ഞ അങ്കമാലി കഴിഞ്ഞ ശേഷം ഈ ഒരു ഇത്രയും ഒരു യാത്ര സഞ്ചരിക്കാൻ, ഇത്രയും പടങ്ങൾ ചെയ്യാൻ, ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്ന് അന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കില്ലല്ലോ. അപ്പൊ അന്ന് വരുമ്പോൾ എന്തായിരുന്നു ശരിക്കും മനസ്സിൽ എന്തായിരുന്നു നമ്മളെ അതിലോട്ട് വരുമ്പോൾ? സിനിമയിൽ വരുമെന്ന് നമ്മുടെ ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയായിരുന്നു അത്? ഇപ്പൊ ഞാൻ പലർക്കും അറിയുന്നുണ്ടാവില്ല ശരിക്കും ആ അങ്കമാലിയിലോട്ട് വന്നതും അതിന് മുമ്പുള്ള ഒരു ലൈഫൊക്കെ എന്തായിരുന്നു? ഇത് പറഞ്ഞോണം അവിടെ പല ജോലികളൊക്കെ ചെയ്ത് ലാസ്റ്റ് ഒരു തറവാട് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ നടത്തിക്കുന്ന സമയത്താണ് അങ്കമാലി ഡയറീസിൻ്റെ ഹോട്ടൽ പരിപാടിയായിരുന്നു. ലിജോ ജോസ് പല്ലിശ്ശേരി നമ്മുടെ ചെമ്പൻ വിനോദൊക്കെ നമ്മുടെ കൂട്ടുകാരാണ്. ചെറുപ്പത്തിൽ തുടങ്ങിയുള്ള വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അങ്കമാലി ബേസ് ചെയ്തൊരു കഥ വന്നപ്പോൾ കുഞ്ഞുട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്യാരക്ടർ ഉണ്ട്, നമ്മളെ പോലെ തന്നെ ഒരു പയ്യനുണ്ട്. അപ്പോൾ ഫിഗറും കൊണ്ടൊക്കെ. അപ്പോൾ ആ കുഞ്ഞുട്ടി ചിലപ്പോൾ നീ ആയിരിക്കൂടെ ചെയ്യട്ടെ എന്ന് ചെമ്പൻ കുറേ നാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രാക്ടിക്കലായി ഇപ്പോൾ അങ്ങനെ പിന്നെ ഹോട്ടൽ പരിപാടികളൊക്കെ പതുക്കെ ചവിട്ടി സിനിമയിൽ മാത്രമായി. അല്ല, അത് ഈ പറയണ പോലെ തന്നെ അന്ന് ചെമ്മൻചേട്ട പറഞ്ഞു എന്ന് പറഞ്ഞു സിനോജ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എഴുതുന്ന സമയത്ത് ആ പറയണ മാനറിസവും കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞ സിനോജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ റിയൽ ലൈഫിൽ എന്തെങ്കിലും മാനറിസംസ് ഒക്കെ ഉൾപ്പെട്ടിട്ടാണോ അത് ചെയ്തിട്ടുള്ളത്? ഇല്ല, ഈ പറഞ്ഞോണം പാട്ട് നമ്മൾ 2 പേർക്കടിച്ച് പാട്ടൊക്കെ പാടില്ല. അത് നമ്മുടെ ഈ പടത്തിലൊക്കെ ചായക്കടക്കാരെന്നുള്ള പാട്ടൊക്കെ പാടുന്നതിലൊക്കെ ഉണ്ട്. അല്ലാണ്ട് മറ്റേ കുഞ്ഞുട്ടിയുടെ മാനറിസങ്ങളൊന്നും നമുക്കില്ല. സിനോജ് എന്ന് പറഞ്ഞ റിയൽ ലൈഫിലെ വ്യക്തിയുടെ എന്തെങ്കിലും മാനറിസം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു? അത് ഈ പറഞ്ഞ ഷൂട്ടിൻ്റെ ഇടയ്ക്കോ എഴുത്തിൻ്റെ ഇടയ്ക്കോ ഒക്കെ? കാരണം നിങ്ങളൊക്കെ ചെറുപ്പം മുതൽ അറിയുന്നതാണ്. ഇപ്പോൾ ലിജോ സാറായാലും ചെമ്മൻചേട്ടനായാലൊക്കെ നിങ്ങളൊക്കെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ആ സിനോജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ റിയൽ ലൈഫിൽ എന്തെങ്കിലും സംഭവങ്ങൾ അതിൽ ഉൾപ്പെടുത്തി? അത് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞാണ് ആ ക്യാരക്ടറായിട്ട് എനിക്കൊരു ബന്ധമില്ല. പക്ഷേ ഈ നമ്മൾ ഈ ആ പടത്തിൽ പാട്ടൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് ഞാൻ എപ്പോഴും കാണുമ്പോഴും പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ റിയൽ ലൈഫിൽ എങ്ങനെയാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഓരോ മൂളിപ്പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്.
അപ്പോൾ അന്ന് അങ്കമാലി ഇറങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണാൻ പോയതും ആ ഒരു മെമ്മറിയൊക്കെ ഓർമ്മയുണ്ടോ? എവിടെയായിരുന്നു ഫസ്റ്റ്? നമ്മൾ കാർണിവലിലാണ് ഫസ്റ്റ് ഷോ അങ്കമാലി കാർണിവൽ. അപ്പോൾ നമ്മൾ ഫാമിലിയും നമ്മൾ ഇത്ര നാളെ സിനിമ കണ്ടിരുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു പടം കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പത്മയിലാണ് അതിൻ്റെ സെക്കൻഡ് ഇത്. അപ്പോഴേക്കും ഏകദേശം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു മൂഡ് കിട്ടിയില്ല. ഈവനിങ് ഷോ ഇപ്പം സെക്കൻഡ് ഷോൻ്റെ ഒരു ടൈമൊക്കെ എത്തിപ്പിക്കും പടം ഹിറ്റാന്നുള്ളൊരു അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി. സത്യം പറഞ്ഞാൽ ഞാൻ പ്രിവ്യൂ കണ്ടിട്ടും എനിക്ക് വലിയൊരു ഇതായിട്ടും നമ്മുടെ അങ്കമാലി പരിസരത്തൊക്കെ അറിയപ്പെടുന്നൊരു പടമാവെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ ഇത് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഹിറ്റാണെന്നൊക്കെ പറഞ്ഞ് ഇവർ പറയണ കേട്ട് നമുക്കറിയാമല്ലോ. അങ്ങനെ അതൊരു ഹിറ്റ് പോലെ പോയപ്പോൾ ഉണ്ടാവുന്ന സാധാരണ ഫസ്റ്റ് പടത്തിന് ഹിറ്റാകുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അത് ഭയങ്കര രസമല്ലേ. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് പിന്നെ ഇനിയിപ്പോൾ സിനിമ തന്നെയാണ് ഇത് ജീവിതം എന്നുള്ളത് തീരുമാനിച്ചത്? ആ ഒരു പടം കഴിഞ്ഞപ്പോൾ തന്നെയാണോ അതോ പിന്നീട് കുറച്ച് പടങ്ങൾ എപ്പോഴായിരുന്നു ആ ഒരു തീരുമാനം എടുത്തത്? അല്ല, ആ പടം കഴിഞ്ഞ് ഭാഗ്യം കൊണ്ടെന്ന് പോലെ 3-4 പടങ്ങൾ പെട്ടെന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മറ്റേ ഹോട്ടൽ പരിപാടിയിലേക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി. അങ്ങനെ പതുക്കെ സിനിമയുടെ പരിപാടികളിലേക്കായി. പിന്നെ ഈ കോവിഡൊക്കെ വന്നപ്പോഴാണ് നമുക്കൊരു സെക്കൻഡറി എന്തെങ്കിലും പരിപാടികൾ വേണമെന്ന് ചിന്തിച്ചതും. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടത്തിലാണ്. എന്തെങ്കിലും ചെറിയൊരു പരിപാടി സൈഡിൽ വേണം. രസമല്ലേ സിനിമ അല്ലേ, എപ്പോഴെങ്കിലും എന്തെങ്കിലും. അപ്പോൾ ഇത്രയും പടങ്ങൾ കഴിഞ്ഞതിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്കമാലി അല്ലാതെ വേറെ ഇപ്പോൾ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് പേഴ്സണലി അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോൾ ചേട്ടന് പേഴ്സണലി അല്ലെങ്കിൽ ഇപ്പോഴും ആളുകൾ തിരിച്ചറിയുന്ന അങ്കമാലി അല്ലാതെ വേറെ ഏതൊക്കെയാണ്? അല്ലാതെ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിലെ ആ ക്യാരക്ടർ പല ആൾക്കാരും പറയാറുണ്ട്. കടുങ്കഥയിലെ ഒരു ക്യാരക്ടർ ആൾക്കാർ പറയാറുണ്ട്. കടുങ്കഥയിൽ എനിക്കൊന്ന് വർക്ക്ഷോപ്പിലെ ജോസൂട്ടി എന്നുള്ള ക്യാരക്ടർ പറയാറുണ്ട്. പിന്നെ അജഗചാന്ദ്രൻ പറയാറുണ്ട്. അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ നമ്മുടെ പറയാറുണ്ട് എപ്പോഴും. ഇപ്പോൾ ചെയ്യാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ പോലെ പല കൂടുതലും ഈ പറയുന്ന ഈ ഒരു ലുക്കും ഈ ഒരു ആ ഒരു അങ്കമാലിയുടെ ഒരു ഫ്ലേവറുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതൽ ചെയ്തത്. അതിൽ നിന്ന് മാറി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഫിഗറൊക്കെ ഒന്ന് മാറ്റി എന്തെങ്കിലും ഒരു ചോദിക്കാറുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻറ്റിമേറ്റ് കളികളോടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അത്ര പേഴ്സണലി ബന്ധമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ കിട്ടി നമ്മൾ ചെയ്യാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാലോ, എപ്പോൾ നോക്കിയാലും ഒരു ഫിഗറൊക്കെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്കും പ്രേക്ഷകരില്ലേ മടുക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വെറൈറ്റി ഒരു സാധനങ്ങൾ കിട്ടിയാൽ ചെയ്യാൻ സന്തോഷമുണ്ട്, തന്ന അടിപൊളിയായിട്ട് ചെയ്യാൻ ധൈര്യമുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഈ പറഞ്ഞ പോലെ അഭിനയം എന്തായാലും ഇനി വിടുന്നില്ല അല്ലേ? അഭിനയം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ വിടാൻ തോന്നുന്നില്ല. ഇപ്പം എങ്ങനെയാണ് ഞാൻ പറഞ്ഞ ആ ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കൂടുതൽ സുഹൃത്തുക്കളുടെ പടമായതുകൊണ്ട് അത്ര ടെൻഷൻ ഉണ്ടാവില്ല. പക്ഷെ പിന്നീട് മറ്റ് സിനിമകളിൽ പോകുമ്പോൾ അത്ര പരിചിതമല്ല ആളുകൾ സിനിമയിൽ അഭിനയിക്കും അന്ന് ടെൻഷനുണ്ട്. ഇപ്പോഴായാലും ടെൻഷനുണ്ട്. ഈ പറഞ്ഞോണം ജോഷി സാറിൻ്റെ പടത്തിലൊക്കെ പാപ്പനിലേക്കൊക്കെ വിളിച്ചു. അപ്പോൾ ടെൻഷനാണെന്ന് വെച്ചിട്ടും നമ്മൾ പോയിട്ടൊക്കെ ജോഷി സാറിൻ്റെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ നമ്മുടെ വീട് തൊട്ടപ്പുറത്തൊരു ശവപ്പെട്ടി കച്ചവടം നടത്തുന്ന ചേട്ടനുണ്ട്. അപ്പോൾ ഞാൻ ആ ചേട്ടന് ചെയ്യണ ചെറിയൊരു മാനറിസം ഉണ്ട്. ഇപ്പോൾ എപ്പോൾ നോക്കിയാലും പെട്ടി വാങ്ങിക്കാനൊക്കെ വന്നെടുത്ത് പുള്ളിക്കാരൻ്റെ ഒരു ആക്ഷനൊക്കെ ഉണ്ട്. ഇങ്ങനെ പൊന്തി എപ്പോഴും മരിച്ചെന്നൊക്കെ ചോദിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജോഷി സാറിൻ്റെ അടുത്ത് നേരിട്ട് പോയി ചോദിച്ചത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ആ നേരത്ത് ഒരു പേടിയില്ലായ്മ തോന്നാണ്. പക്ഷേ അങ്ങനെ ചോദിച്ചത് പുള്ളിക്ക് ഇഷ്ടമായിരുന്നു തോന്നുന്നു. ജോഷി സാർ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട് പുള്ളിക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നത് വരെ പിന്നെയും ചെയ്യിപ്പിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ ജോഷി സാറിന്? ഭാഗ്യം കൊണ്ട് ആ പടങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒറ്റ ട്രിപ്പ് കൊണ്ടൊക്കെ നടന്നിട്ടുണ്ട് പരിപാടികൾ. ഭയങ്കരമായിട്ട് ചൂടാവുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഭാഗ്യം കൊണ്ട് പൊറിഞ്ചൂരൊന്നും ഉണ്ടായിട്ടില്ല. പാപ്പൻ എന്നുള്ള സിനിമയിൽ കുറച്ച് ഒറ്റ സീനിൽ മാറി ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പാപ്പലും ഈ പറഞ്ഞ പോലെ വീണ്ടും ജോഷി സാർ വീണ്ടും വിളിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെടാതെ ജോഷി സാർ വിളിക്കില്ല. അതെ അല്ലേ? ഓക്കെ. ഇപ്പോൾ കുറേ സിനിമകൾ കുറേ നടന്മാരുടെ കൂടെ അഭിനയിച്ചു, കുറേ സംവിധായകരുടെ. ഇനിയിപ്പോൾ ചെയ്യാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആരുടെയൊക്കെ കൂടെയാണ് ഇനി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത്? ഞാൻ സംവിധായകരായാലും നടന്മാരായാലും അങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ട്? മനസ്സിലൊന്നും വെച്ചിട്ടില്ല. മലയാളത്തിൽ മെയിൻ ആൾക്കാരുടെ കൂടെ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ കൂടെ ഒന്നും ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. അതൊക്കെ എല്ലാവരുടെ ആഗ്രഹങ്ങളാണ്. ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും മമ്മൂക്കയുടെ അടുത്ത് ഇവരുടെ അടുത്തൊക്കെ നേരിട്ട് എപ്പോഴെങ്കിലും വെച്ച് കാണുമ്പോഴോ അങ്ങനെ ഒന്നും ചോദിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല? ഇപ്പോൾ പറ്റിയിട്ടില്ല. അവസരങ്ങൾ ചോദിക്കാറുണ്ടോ ഇപ്പോഴും സംവിധായകരോടൊക്കെ? പരിചയം നമ്മുടെ മെയിൻ കടികളോടൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ അത് ഈ ദിവസങ്ങളിലാണ് ഉണ്ടാകാൻ തുടങ്ങിയേക്കണത്. കൺട്രോളർമാരൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കണം. അല്ലാണ്ട് അത് ആദ്യമേ തന്നെ എത്ര വലിയ എക്സ്പീരിയൻസ് ആയ ആൾക്കാരും പേടിയാണ്, ചമ്മലാണ് ആക്ച്വലി. പക്ഷേ അതങ്ങനെ ചോദിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ മമ്മൂക്കയുടെ ഇൻ്റർവ്യൂവിൽ തന്നെ മമ്മൂക്ക തന്നെ ചോദിക്കാനെന്ന് പറയണത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഓണത്തിനാണ് റിലീസ് ആവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ വലിയ സിനിമകൾ, ഒരുപാട് സിനിമകൾ ഓണത്തിന്. അപ്പോൾ അതിൻ്റെ കൂടെ
നമ്മുടെ ഒരു സിനിമ കൂടി. അപ്പോൾ പ്രേക്ഷകരോട് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ കുറേ വലിയ പടങ്ങൾ ഇറങ്ങുന്ന സമയങ്ങളാണ് ഓണം. അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ഇതൊരു കൊച്ചു പടം നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ തന്നെ ഈ പടം കണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഋഷിനും അവരൊക്കെ ഫസ്റ്റ് പടങ്ങളാണ്. ഒരു പടം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അത് ചെറിയൊരു കുട്ടിക്കാലമാണ് അവൻ്റെ. അപ്പോൾ ഋഷിൻ്റെ, അബു സലീമിക്കയുടെ ഒക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും ഈ കൊച്ചുപടം ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. പ്രേക്ഷകരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. അപ്പോൾ ഓണത്തിന് ഈ പടവും നിങ്ങൾ സ്വീകരിക്കണം. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ ബാക്കി ചേട്ടൻ്റെ വേറെ സിനിമകൾ ഇനിയിപ്പോൾ ഏതൊക്കെയാണ്? വേറെ പടങ്ങളിപ്പോൾ അർജുൻ അശോകൻ്റെ എന്ന് സ്വന്തം പുണ്യാളൻ, പിന്നെ മറ്റേ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു പടം, ജാഫർക്കയുടെ പടം, പിന്നെ അങ്ങനത്തെ 3-4 പടങ്ങൾ ഫുള്ള് കഴിഞ്ഞിരിക്കുന്നു. കുഴപ്പമില്ലാതെ ഒക്ടോബറിൽ ആണ് റിലീസൊക്കെ പറഞ്ഞേക്കുന്നത്. കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകണു. മലയാള സിനിമയുടെ ഈ ഒഴുക്കിൽ അവിടെ പോയാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഓണാശംസ. ആയിക്കോട്ടെ, എല്ലാവർക്കും കേട്ടോ.